You are watching TV Next. ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്ന ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി അനീഷ് ലാൽ സാറ് ആശംസാ പ്രസംഗം നടത്താൻ വേണ്ടി വന്ന കൊല്ലിയോട് സത്യനേഷ് സാറ്, ഈഞ്ഞാം കരാട്ടെ ഇന്റർനാഷണലിന്റെ ഡയറക്ടർ ജോസ് തത്തലം, സ്റ്റാൻലി സർ, യുവകവിയുമായ സനൽ പുകുലൂർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, എല്ലാവർക്കും നമസ്കാരം. തെക്കൻ കേരളത്തിലും കന്യാകുമാരി ജില്ലയിലും കരാട്ടെ എന്തെന്നുള്ള ഒരു സന്ദേശം ആദ്യമായി എത്തിച്ചത് ശ്രീ ഭുവനേന്ദ്ര മാസ്റ്ററായിരുന്നു. ബാക്കിയുള്ള കരാട്ടെ എന്ന അതിനും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ കരാട്ടെ പഠിപ്പിക്കുന്നത്. മാനസികപരമായിട്ടുള്ള കരുത്ത് നമുക്ക് ഓരോ തലങ്ങളിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് മാർഷ്യൽ ആർട്സ് നമുക്ക് വളരെയധികം സഹായകരമാണ്. ബ്ലോക്ക് ദെൻ അറ്റാക്ക്. ശത്രു എവിടെ നിന്ന് വരുന്നു, ഏത് രൂപത്തിൽ വരുന്നു അറിയാൻ പറ്റത്തില്ല. അതിൽ നിന്നും അപ്പോൾ നമുക്ക് പരിശീലിക്കേണ്ടത് ഏത് ശക്തി വന്നാലും ഏത് ശത്രു വന്നാലും അതിൽ നിന്ന് നേരിടാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്ലോക്ക് ദെൻ അറ്റാക്ക്. ഈ ഒരു അവധിക്കാല ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം രഞ്ജിത്തേൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലും സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കരാട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥം എംപ്റ്റി ഹാൻഡ് എന്നാണ്, വെറും കൈ. കരോട്ട എന്ന് വളർന്ന് വരുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു അഭ്യാസമാണ് കരോട്ട എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ കാണുന്നത് ദേവു കുഞ്ഞനിയത്തി. ആ ദേവുവിനൊക്കെ പഠിക്കാൻ സാധിക്കുക എന്ന് പറയണം, കരോട്ടയിൽ പഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ അതല്ലേ, നമുക്ക് രസമല്ലേ. ആ 3 വയസ്സുകാരി അവൾ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ അവൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെയൊക്കെ പ്രായം എത്തുമ്പോൾ ബെൽറ്റുകളെല്ലാം ഏതാണ്ട് എന്ത് ചെയ്യും. എല്ലാ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഇന്ന് സ്കൂളുകളിലായാലും മറ്റുള്ള സ്ഥാപനങ്ങളിലായാലും കരാട്ടെ പരിശീലിപ്പിക്കുന്നുണ്ട്. മുമ്പൊക്കെ കരാട്ടെ കാണുന്നത് വേറൊരു രീതിയിലായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ മാനസിക ഉല്ലാസത്തിനും മാനസിക ആരോഗ്യത്തിനും കരാട്ടെ നമ്മുടെ മുന്നിലാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.